നെയ്പ്പത്തിലും ബീഫിനായിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ഈ ഹോട്ടലിൽ തട്ടുകട തേടിയിട്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നെയ്പ്പത്തിലാണ് ഇവിടുത്തെ പ്രധാനം. നെയ്പ്പത്തിൽ പിന്നെ വയനാട്ടിലൊരു പ്രധാന ഇതാണ്. നെയ്പ്പത്തിൽ സാധാരണ നമ്മളെ അരി കൊണ്ട് പിന്നെ കുറച്ച് മൈദയും പിന്നെ അതേപോലെ ജീരകമൊക്കെ മിക്സ് ചെയ്ത് ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം എന്താക്കും അതിലേക്ക് ഇടും. അരി ഒരു ദിവസം മുന്നേ എന്താക്കും കുതിർത്തി വെക്കണം. അപ്പോൾ നാളെയാണ് 10 ചുടുന്നതെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഈ അരി പിന്നെ പാത്രത്തിലേക്ക് കുതിർത്തി വെക്കണം. ഒരു ദിവസം വെള്ളം കുടിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അരി അരച്ച് പിന്നെ അതിൽ ഉപ്പ് അതേപോലെ തന്നെ ജീരകം മൈദ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് എന്നിട്ടും അരമണിക്കൂർ വെച്ചതിന് ശേഷം സെറ്റായതിനു ശേഷമാണ് നെയ്പ്പത്തിൽ. ഇവിടെ വെച്ചാൽ നമുക്ക് സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. നാട്ടിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് നെയ്പ്പത്തിലും ബീഫും തിന്നാനായിട്ട് ഇവിടത്തേക്ക് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ തുറന്നിട്ട് 2 മാസമായി. ഇതിന് മുമ്പ് നമ്മൾ 3-4 വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ തന്നെ ഒരുപാട് നമുക്കുണ്ട്. ഇത് വയനാട് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സ്ഥലത്താണ് വാളാന്തോട് എന്ന് പറയും. വയനാട്ടിലേക്ക് സഞ്ചാരികൾ കൂടുതലായി കടന്നു വരുന്ന കുറ്റ്യാടി പിന്നെ മാനന്തവാടി മൈസൂർ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറ്റ്യാടിയിൽ നിന്ന് വരുമ്പോൾ ഇടത് സൈഡിലോട്ടൊക്കെ ആയിട്ട് വരുന്ന ഷോപ്പാണ്. കുറ്റ്യാടി ചുരം കയറി വരുമ്പോൾ ചുരം കയറി വയനാട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള തട്ടുകടയാണ് ഈ ഷോപ്പ്.